ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം. അല്പസമയം നമുക്ക് പ്രാർത്ഥനയോടുകൂടെ കർത്താവിൻ്റെ മാറ്റമില്ലാത്ത ജീവനുള്ള വചനം ഒരുമിച്ച് ധ്യാനിക്കാം. ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നതിന് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നതായ ദൈവവചനം ഉൽപ്പത്തി പുസ്തകം 27-ാം അധ്യായം 24-ാമത്തെ വചനം. നീ എൻ്റെ മകൻ ഏശാവ് തന്നെയോ എന്നവൻ ചോദിച്ചതിന് അതെ എന്നവൻ പറഞ്ഞു. സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും കഴിയാത്ത മനുഷ്യരാണ് ഇന്ന് നമുക്ക് ചുറ്റും. ബന്ധങ്ങളുടെ ആഴവും പരിപാവനതയുമൊക്കെ നമുക്ക് കൈമോശം വന്നിട്ട് നാളുകൾ ഏറെയായി. കൂടപ്പിറപ്പിനെ ഉപദ്രവിക്കുവാനും ക്രൂരമായി ഇല്ലാതാക്കുവാനും ഇന്ന് ആർക്കും മടിയില്ല. മനുഷ്യത്വം മരവിച്ച മനുഷ്യരാശി ഇന്ന് റേഷൻ പോലെ ആയിരിക്കുകയാണ്. മക്കളെ കൊല്ലുന്ന മാതാപിതാക്കളും മാതാപിതാക്കളെ കൊല്ലുന്ന മക്കളുമടങ്ങിയ സമൂഹം ഇന്ന് നമുക്ക് ചുറ്റും പ്രബലപ്പെട്ടു വരുന്നു. കൂടെ പിറപ്പായ സഹോദരനെ സ്നേഹിക്കാൻ മറന്നുപോകുന്ന സഹോദരങ്ങളുടെ എണ്ണവും വർദ്ധിച്ചിരിക്കുന്നു. മേൽ പറഞ്ഞതുപോലെ സാഹോദര്യ ബന്ധത്തിലെ ഊഷ്മളത നഷ്ടപ്പെടുത്തിയ 2 വ്യക്തികളെയാണ് നാം വായിച്ച വേദഭാഗത്ത് കാണുവാൻ സാധിക്കുന്നത്. അമ്മമാർ എന്നും മക്കളുടെ ജീവിതത്തിൻ്റെ വലിയ പങ്ക് വഹിക്കുന്നവരാണ്. എന്നാൽ ഇവിടെ മക്കളെ ഒരുപോലെ കാണുകയും അവരെ നേർവഴിക്ക് നടത്തുകയും ചെയ്യേണ്ട റെബേക്ക എന്ന മാതാവ് അല്ലെങ്കിൽ അമ്മ തൻ്റെ മക്കളിൽ ഒരുവന് വേണ്ടി മറ്റൊരു മകനെ മറക്കുന്നതായി കാണുവാൻ കഴിയും. അപ്പനിൽ നിന്നും അനുഗ്രഹം അപഹരിക്കുവാൻ അവനെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. ഇവിടെ തുടങ്ങുന്നു ആ സഹോദരർ തമ്മിലുള്ള ബന്ധങ്ങളുടെ തകർച്ച. ഒരുപക്ഷെ ഇളയ മകനോടുള്ള ഈ അമ്മയുടെ അമിതമായ സ്നേഹമാകാം അതിന് അവരെ പ്രേരിപ്പിച്ചത്. നമ്മളിൽ പലരും ഇന്ന് ഇങ്ങനെ തന്നെയല്ലേ? അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ഉള്ളിലെ ചില സ്വാർത്ഥ താല്പര്യങ്ങൾ മൂലം നമ്മുടെ കുടുംബത്തിനുള്ളിലെ ബന്ധങ്ങൾ ചിലതെങ്കിലും തകർന്നു പോയിട്ടില്ലേ? ഒന്ന് ഓർത്തു നോക്കിയേ. നമ്മളിൽ ആരും അങ്ങനെ ആവാതിരിക്കട്ടെ. അബദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. ഒരു ക്ഷമ പറഞ്ഞാൽ അത് ബന്ധങ്ങളുടെ കൂടിച്ചേരലിന് കാരണമായി തീരും. ഏശാവും യാക്കോബും അമ്മയുടെ ഉദരത്തിൽ നിന്നും നിമിഷങ്ങളുടെ വ്യത്യാസത്തിൽ പുറത്തു വന്നവരാണ്. ഒരുപോലെ വളർന്നു വന്നവർ, പരസ്പരം താങ്ങും തണലുമായി തീരേണ്ടവർ. എന്നാൽ പിന്നത്തേതിൽ അവർ ശത്രുക്കളായി തീരുന്ന ദയനീയമായ ഒരു കാഴ്ചയാണ് നമുക്ക് ആ ഭാഗത്ത് കാണുവാൻ സാധിക്കുന്നത്. ഒരിക്കൽ പോലും യാക്കോബ് തൻ്റെ സഹോദരനായ ഏശാവിനെ ഉള്ളു തുറന്ന് സ്നേഹിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഏശാവിൻ്റെ മനസ്സിലെ സ്നേഹത്തിൻ്റെ ആഴം യാക്കോബ് അറിയാതെ പോവുകയാണ്. സഹോദരനെ ചതിച്ചവനെ പിന്നീട് സാഹചര്യങ്ങൾ ചതിച്ചതായി തുടർന്ന് പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. കാലങ്ങൾക്കപ്പുറം വീണ്ടും അവർ കണ്ടുമുട്ടുമ്പോൾ യാക്കോബ് തൻ്റെ സഹോദരനിൽ ദൈവത്തിൻ്റെ മുഖം കാണുന്നത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഒരുപക്ഷെ അപ്പോഴായിരിക്കാം തൻ്റെ സഹോദരൻ്റെ ഹൃദയ വിശാലത യാക്കോബ് മനസ്സിലാക്കിയിട്ടുള്ളത്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, സമയം നമുക്ക് വേണ്ടി ഒരിക്കലും കാത്തു നിൽക്കുന്നില്ല. അതുകൊണ്ട് സംഭവിച്ചു പോയ മുറിവുകൾ എത്രയും വേഗം നമുക്ക് ഉണക്കാം. അതിനായിട്ട് പരിശ്രമിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളേവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ. ആമേൻ.